ഹലോ എവ്രി വൺ. തേർഡ് മൊഡ്യൂള് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൻ്റെ അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ് പ്രിപ്പറേഷൻ ഓഫ് ഇൻഡെക്സ് കാർഡ് എന്നുള്ളത്. സോ പ്രിപ്പറേഷൻ ഓഫ് ഇൻഡെക്സ് കാർഡ് നമ്മൾ കൂടുതൽ നോക്കുന്ന സമയത്ത് അധികം കുറേ ഡാറ്റാസ് ഒന്നും നമുക്ക് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഒന്നും കിട്ടാത്തൊരു ടോപ്പിക്കാണ് പ്രിപ്പറേഷൻ ഓഫ് ഇൻഡെക്സ് കാർഡ്. പക്ഷേ എക്സാമിന് അത് 3 വെയിറ്റേജിനെങ്ങാനും ചോദിച്ച് കണ്ടിട്ടുമുണ്ട്. അപ്പം നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മളൊന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക, ആ രീതിയിലാണ് നമുക്കിതിൽ ഇൻഡെക്സ് കാർഡിൻ്റെ അണ്ടറിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഇൻഡെക്സ് കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇൻഡെക്സ് കാർഡിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഇൻഡെക്സ് കാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നോക്കുന്ന സമയത്ത് ഒരുപാട് റിവ്യൂസ് നമ്മൾ വായിക്കും. പല സോഴ്സസിൽ നമ്മൾ സോഴ്സസ് ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബുക്സ് എന്നാവാം, അല്ലെങ്കിൽ വേറെ ജേർണൽസ് നിന്ന്, അബ്സ്ട്രാക്റ്റ് എന്നാവാം, അങ്ങനെ പല രീതിയിൽ നമ്മൾ റിവ്യൂ ഓഫ് റിവ്യൂസ് നമ്മൾ വായിക്കും. സോ അങ്ങനെ നമ്മൾ പല സോഴ്സിൽ നിന്നും വായിച്ചിട്ടുള്ള റിവ്യൂസിൻ്റെ ഒരു സമ്മറൈസ്ഡ് വേർഷൻ, അല്ലെങ്കിൽ ആ പല റിവ്യൂസിനെ സമ്മറൈസ് ചെയ്തിട്ട്, എസ്പെഷ്യലി ഫൈൻഡിങ്സ്, ആ ഒരു സ്റ്റഡീൻ്റെ ഫൈൻഡിങ്സും കാര്യങ്ങളൊക്കെ സമ്മറൈസ് ചെയ്തിട്ട് നമ്മൾ ഒരു സമ്മറൈസ്ഡ് ഫോമിനെയാണ് നമ്മൾ ആക്ച്വലി ഇൻഡെക്സ് കാർഡ് എന്ന് പറയുക. സോ ഈ ഇൻഡെക്സ് കാർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, മെയിൻലി ഹെൽപ്സ് ടു സമ്മറൈസ് ആൻഡ് ലിസ്റ്റ് ദ ഫൈൻഡിങ്സ് ഓഫ് റിലവൻറ്റ് റിസർച്ച് ദാറ്റ് വേർ ഒബ്റ്റൈൻഡ് ഫ്രം ദ ലിറ്ററേച്ചർ റിവ്യൂ. സോ നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂവിൽ നിന്നും കിട്ടുന്ന റിസർച്ചിൻ്റെ ഫൈൻഡിങ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റിസർച്ചിൻ്റെ ഒരു സമ്മറൈസ്ഡ് വേർഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഇൻഡെക്സ് കാർഡാണ്. സോ ഈ ഇൻഡെക്സ് കാർഡിൻ്റെ പ്രിപ്പറേഷൻ മെയിനായിട്ട് 3 പാർട്ടിലൂടെയാണ് നടക്കുന്നത്. എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നമ്മളിപ്പോൾ അബ്സ്ട്രാക്റ്റ് വായിക്കുന്ന അല്ലെങ്കിൽ ഒരു അബ്സ്ട്രാക്റ്റിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ അത് കണ്ടാൽ മതി. സോ അതിൻ്റെ ഓരോ സ്റ്റേജസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ പാർട്ടായിട്ടാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നമ്മൾ വായിച്ച റിസർച്ച് സ്റ്റഡീൻ്റെ പർപ്പസും അതുപോലെ തന്നെ അതിൻ്റെ ഹൈപ്പോത്തിസിസും മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എഴുതാറുണ്ട്, ദ സ്റ്റഡി എയിംസ് ടു ഫൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്, ആൻഡ് ബേസ്ഡ് ഓൺ ദ ഹൈപ്പോത്തിസിസ് ദർ വിൽ ബി എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്, അല്ലെങ്കിൽ ദർ വിൽ ബി എ സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. സോ ഈ റിസർച്ചിൻ്റെ ഫസ്റ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് കാർഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ടത്, ഇപ്പോൾ നമ്മളൊരു സ്റ്റഡി വായിച്ചിട്ട് അതിൻ്റെ പർപ്പസ് എന്താ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവും ഹൈപ്പോത്തിസിസും ആണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുറേ ഇപ്പോൾ ആ സ്റ്റഡിയിൽ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഹൈപ്പോത്തിസിസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഒരു വേർഷനിലേക്ക് അത് സിന്തസൈസ് ചെയ്തിട്ട് നമ്മളത് എഴുതണം. സോ ദ റിസർച്ചർ ഷുഡ് റൈറ്റ് ഡൗൺ ദ പർപ്പസ് ഓഫ് ദ സ്റ്റഡി ഇൻ നോട്ട് മോർ ദാൻ 2 ലൈൻസ്. പർപ്പസ് നമ്മൾ 2 വരിയിൽ കൂടുതൽ എഴുതാണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഫസ്റ്റ് പാർട്ട് എഴുതേണ്ടത്. ഇനി സെക്കൻഡ് പാർട്ടിൽ മെയിനായിട്ടും കൺസിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ മെത്തഡോളജി ചാപ്റ്ററിൽ വരുന്ന സാധനമാണ്. 3ാമത്തെ ചാപ്റ്ററായിട്ടുള്ള മെത്തഡോളജി ചാപ്റ്ററിൽ വരുന്ന സാധനമാണ്. അതിൽ മെയിനായിട്ടും നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് സാമ്പിൾ സൈസ് മെൻഷൻ ചെയ്യണം. സാമ്പിൾ സൈസ് മെൻഷൻ ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ആളുടെ സ്റ്റഡിയിൽ, ഓതർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയിൽ സാമ്പിൾ സൈസ് ഇത്രയായിരുന്നു, പോപ്പുലേഷൻ്റെ നേച്ചർ, ഏത് പോപ്പുലേഷനാണ് യൂസ് ചെയ്തത്, ചിൽഡ്രൻ ആണോ, അഡൾട്ടാണോ, അഡോളസെൻസ് ആണോ എന്നുള്ള ഒരു പോപ്പുലേഷൻ മെൻഷൻ ചെയ്യണം. മെത്തേഡ്സ് ഫോർ മെഷറിങ്ങിന് ഏത് മെത്തേഡാണ് യൂസ് ചെയ്തത്, ഓർ മാനിപ്പുലേഷൻ ഓഫ് ദി വേരിയബിൾസ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എങ്ങനെയായിരുന്നു, ഡിപെൻഡൻറ്റ് വേരിയബിൾ എങ്ങനെയായിരുന്നു, ആൻഡ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ മെത്തേഡ് എന്തായിരുന്നു, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണോ, ക്വാളിറ്റേറ്റീവ് മെത്തേഡാണോ, അങ്ങനെ ഏത് മെത്തേഡായിരുന്നു യൂസ് ചെയ്തത്. ഇനി റിസർച്ച് ഡിസൈൻ ഏതായിരുന്നു, ക്വാളിറ്റേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ ആയിരുന്നോ, ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പം അതിനുശേഷം നമ്മൾ അനാലിസിസിന് എന്തൊക്കെ ടെസ്റ്റുകൾ യൂസ് ചെയ്തു, ടി ടെസ്റ്റോ കോറിലേഷൻ അനോവ ഏതൊക്കെയാണ് യൂസ് ചെയ്തത്. ഇതൊക്കെ ഒരു സിന്തസൈസ്ഡ് ഫോമിൽ, അതായത് ഒരു ബ്രീഫായിട്ട് നമ്മളുടേതായിട്ടുള്ള വേർഡ്സിൽ ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ റെപ്രസെൻ്റ് ചെയ്യണം. സോ നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ചിലപ്പം നമുക്ക് കൂടുതൽ എഴുതാൻ കണ്ടൻറ് ഉണ്ടില്ല എന്നുണ്ടെങ്കിൽ മെത്തഡോളജി ഓഫ് ദ സ്റ്റഡി. സോ അപ്പോൾ നമുക്ക് മെത്തഡോളജിയിൽ സൈസ് ഓഫ് ദ സാമ്പിൾ, അപ്പോൾ നമുക്ക് സൈസ് ഓഫ് ദ സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്, സാമ്പിളിൻ്റെ സൈസ് മെൻഷൻ ചെയ്യുക, പോപ്പുലേഷൻ എന്തായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ഓരോന്നിൻ്റെയും ഇപ്പോൾ വേരിയബിൾസ് എന്ന് പറയുന്ന സമയത്ത് ഏത് വേരിയബിൾ ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപെൻഡൻ്റ് ആണോ, അങ്ങനെ ഒന്നും കൂടെ എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ,
സോറി. സോ അതിൻ്റെ തേർഡ് പാർട്ട് എന്ന് പറയുന്ന സമയത്ത്, ഇപ്പോൾ സെക്കൻഡ് പാർട്ടിൽ, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പർപ്പസും അതേപോലെ തന്നെ ഹൈപ്പോത്തിസിസും മെൻഷൻ ചെയ്യും. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ മെത്തഡോളജിയിൽ ഒരുപാട് കാര്യങ്ങൾ. ആൻഡ് തേർഡ് പാർട്ടിൽ മെയിനായിട്ട് നമ്മൾ ഫൈൻഡിങ്സും അതേപോലെ തന്നെ ആ ഒരു സ്റ്റഡീൻ്റെ കൺക്ലൂഷനാണ് മെൻഷൻ ചെയ്യേണ്ടത്. സോ ആ ഒരു സ്റ്റഡി നടത്തിയതോടുകൂടി നമുക്ക് ഇത്ര ഫൈൻഡിങ്സ്, ഇന്ന ഫൈൻഡിങ്സ് ആണ് കിട്ടിയത്, ആൻഡ് കൺക്ലൂഷനാണ് തേർഡ് പാർട്ടിൽ നമ്മൾ പറയേണ്ടത്. അപ്പം കൺക്ലൂഷൻ പറയുന്ന സമയത്ത് ഷുഡ് ബ്രീഫ്ലി ടേക്ക് ഡൗൺ ദ ഫൈൻഡിങ്സ് റിലേറ്റിംഗ് ടു ഈച്ച് ഹൈപ്പോത്തിസിസ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പം കൺക്ലൂഷനും സമ്മറി ആൻഡ് കൺക്ലൂഷനൊക്കെ എഴുതുന്ന സമയത്ത് ഓരോ ഹൈപ്പോത്തിസിസിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ടേബിളൊക്കെ വെക്കുക. അപ്പോൾ ഹൈപ്പോത്തിസിസ് 1 പറഞ്ഞിട്ട് അതിൻ്റെ ടേബിളൊക്കെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതും. അതുപോലെ ഓരോ ഹൈപ്പോത്തിസിസിൻ്റെയും ഫൈൻഡിങ്സ് അത് ബ്രീഫായിട്ട്, ഒരുപാട് അതിലെഴുതിയ പോലെ അല്ലാണ്ട് ഓരോ ഹൈപ്പോത്തിസിസിനും റിലവൻ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് അല്ലെങ്കിൽ റിലേറ്റിംഗ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് നമ്മൾ ബ്രീഫ്ലി അവിടെ മെൻഷൻ ചെയ്യണം എന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ ആൾസോ കൺസൈസ്ലി ദ കൺക്ലൂഷൻ ഡ്രോൺ ബൈ ദ ഓതർ. അതുപോലെ തന്നെ ആ ഓതർ എത്തിയിട്ടുള്ള കൺക്ലൂഷനും ബ്രീഫായിട്ട് മെൻഷൻ ചെയ്യുക. സോ ഇതാണ് തേർഡ് പാർട്ടിൽ പറയുന്നത്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ ഹൈപ്പോത്തിസിസിനും റിലേറ്റഡ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് മെൻഷൻ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സോ ദ എബോവ് ഹെഡിങ്സ് ഹെൽപ്പ് ടു സമ്മറൈസ് ദ റിവ്യൂ ഫൈൻഡിങ്സ് ആസ് അക്യുറേറ്റ്ലി ആസ് പോസിബിൾ വൈൽ റെഡ്യൂസിങ് മെമ്മറി എറേഴ്സ് ഇൻ അറ്റംപ്റ്റ് ടു റിപ്പോർട്ട് ലിറ്ററേച്ചർ റിവ്യൂ. സോ ഈ ഓരോ ഈ സെപ്പറേറ്റ് ഹെഡിങ്സിലൂടെ നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂവിൻ്റെ ഒരു സമ്മറൈസ്ഡ് ഫോം ഇൻഡെക്സ് കാർഡ് രൂപത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി ആഫ്റ്റർ ഗോയിങ് ത്രൂ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ദി റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, നമ്മൾ നേരത്തെ പറഞ്ഞു പല സോഴ്സിൽ നിന്നും നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കളക്ട് ചെയ്തതിന് ശേഷം ദ റിസർച്ചർ പ്രിപ്പയർ ദെയർ ഓൺ റിവ്യൂ ആൻഡ് അബ്സ്ട്രാക്ട്. നമ്മൾ എന്ത് ചെയ്യാണ്, റിസർച്ചർ ആളുടേതായിട്ടുള്ള ഒരു റിവ്യൂ, ആളുടെ വേർഡ്സിലൊരു റിവ്യൂ അല്ലെങ്കിൽ ഒരു അബ്സ്ട്രാക്ട് ഉണ്ടാക്കുകയാണ് ത്രൂ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഡെക്സ് കാർഡിൻ്റെ രൂപത്തിൽ. ഓക്കെ, യൂഷ്വലി ഫോർ ദ പർപ്പസ്, നമ്മൾ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് കാർഡിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 6x10 ആണ്. 6x10 ഇതിലാണ് അല്ലെങ്കിൽ ആ ഒരു ഡയമെൻഷനിലാണ് പൊതുവേ നമ്മൾ ഇൻഡെക്സ് കാർഡ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ ഇൻഡെക്സ് കാർഡ് ഈ 6x10 കൊണ്ട് ഈ ഡയമെൻഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 6 എന്ന് പറയുമ്പോൾ 6 ഇഞ്ചസ് ടോളാണ്, 6 ഇഞ്ച് നീളവും അതേപോലെ 10 ഇഞ്ച് വൈഡറിലും ആയിരിക്കും നമ്മൾ ആ ഒരു ഇൻഡെക്സ് കാർഡ് എന്താ ചെയ്യുക, യൂസ് ചെയ്യുക. സോ 10 ഇഞ്ച് വൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പിക്ചേഴ്സും ഡയഗ്രാംസും വെയ്റ്റിങ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ലാർജർ ആയിട്ടുള്ള ഇൻഡെക്സ് കാർഡിൻ്റെ ഡയമെൻഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് 6x10 ഇഞ്ചസ്. അതിൽ 6 എന്ന് പറയുന്നത് 6 ഇഞ്ച് ടോളും 10 ഇഞ്ച് വൈഡറുമാണ്. ഓക്കെ, സോ ഇതാണ് മെയിനായിട്ട് നമ്മൾ ഇൻഡെക്സ് കാർഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പറയാനുള്ളത്. പല രീതിയിലായിരിക്കും, ഇപ്പോൾ പല ജേർണൽസിലും പല രീതിയിലായിരിക്കും അവർ അബ്സ്ട്രാക്ട് എഴുതുന്ന സമയത്തൊക്കെ അതിൻ്റെ ഫോമാറ്റ് ഉണ്ടാവുക. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഫോമാറ്റ് but that followed by the publication manual of American Psychological Association is widely popular. So American Psychological APA American Psychological Association publication manual ആണ് മോസ്റ്റ്ലി പോപ്പുലർ ആയിട്ടുള്ളത്. സോ നമ്മൾ popular and has been adopted by most of the important research journals. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റിസർച്ച് ജേർണൽസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നത് APAൻ്റെ ഒരു ഫോമാറ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കും. സോ ഇത്രയാണ് നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് ഇൻഡെക്സ് കാർഡിൽ പറയാനുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എഴുതുന്ന സമയത്ത് ഓരോ പാർട്ടും നിങ്ങൾ കുറച്ചും കൂടെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. സോ ഇത്രയാണ് പ്രിപ്പറേഷൻ ഓഫ് ഇൻഡെക്സ് കാർഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.